എന്തായി മുല്ലപ്പെരിയാറിലേക്ക് സ്ഥിതി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ജലനിരപ്പ് ഉയരുക തന്നെയാണ്. 139.30 അടി പിന്നിട്ടിരിക്കുന്നു. ഡാമിന്റെ 13 ഷട്ടറുകൾ ഇന്നലെ തന്നെ ഉയർത്തിയതാണ്. അതിലൂടെ അത് 1.5 മീറ്റർ കൂടി ഉയർത്തി വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ്. അയ്യപ്പൻകോവിൽ വണ്ടിപ്പെരിയാറിൽ നിന്ന് ജെയിൻ എസ് രാജു നമുക്കൊപ്പം ചേർന്നുണ്ട്. ജെയിൻ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇനിയും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട അവസ്ഥയുണ്ടോ? വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന് നൽകുന്ന വിവരങ്ങൾ കൂടി? ദിവിഷ്, മഴ കുറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഡാമിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഇന്നലെയാണ് 13 ഷട്ടറുകളും ഉയർത്തിയത്. പക്ഷെ എന്നിട്ടും ഏതാണ്ട് ഒരടി റൂൾ ലെവൽ അനുസരിച്ച് ഒരടി ഡാമിൽ വെള്ളം കൂടുതലാണ്. 138 അടി വരെയാണ് ഇപ്പോൾ സംഭരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ 139.30 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. ഈ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയതോടെ ഈ തീരത്ത് താമസിക്കുന്ന, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിന്റെ തൊട്ടുപിറകിൽ പെരിയാറാണ്. ആ പെരിയാറ് നിറഞ്ഞ് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ വീടിന്റെ മുറ്റത്ത് വരെ വെള്ളമാണ്. ഏതാണ്ട് എൻ്റെ മുട്ടിനൊപ്പം വെള്ളം കയറിയിട്ടുണ്ട്. ഇനി അല്പം കൂടി വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒക്കെ അകത്തേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. ഇവിടെ ഏതാണ്ട് ഒരു 10-15 വീടുകൾ ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നുണ്ട്. വണ്ടി പെരിയാർ പഞ്ചായത്തിലെ പാറമട അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന? മാറുവാണോ ഇവിടുന്ന്? ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ തന്നെ മാറി അയൽവക്കത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരവിടെ മാറി നിൽക്കാം. വെള്ളം കുറയുകയാണെങ്കിൽ തിരിച്ചു കയറാം, അല്ലെങ്കിൽ വെള്ളം കുറയുന്ന സമയത്ത് വരാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേച്ച് ഇവിടെ നിന്ന് മാറാമെന്നുള്ള ഇതിൽ നിൽക്കുക. ഈ വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? പെട്ടെന്ന് വന്നപ്പോൾ ഇന്ന് രാവിലെയാ ഇതറിയുന്നത്. അപ്പം അതുകൊണ്ട് കഴിവതും കുറേ സാധനം എല്ലായിടത്തും പൊക്കത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം കൂടിയതിലാണെങ്കിൽ അത് നഷ്ടപ്പെടും. ഇതിപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ട് ഈ ഒന്നാമത് വഴി കറക്റ്റല്ല, തെന്നി വീണൊക്കെ വേണം ഇതും കൊണ്ട് പോകാൻ. അപ്പം ഇപ്പം സംഭവിക്കട്ടെ, അല്ല ഒരു നിവർത്തിയുമില്ല. നഷ്ടപ്പെടുന്ന പോയിട്ട് പോകും. കാരണം ഞാൻ ഒന്നാമത് ഒരു ശ്വാസം മുട്ടലുമായിട്ട് നടക്കുക, എനിക്കൊന്നും കൊണ്ട് മാറാനും ഒന്നും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടെ എത്ര വീടുകളുണ്ട്? ഇങ്ങനെ ഇവിടെ ഇപ്പം ഇവിടെ ഒരു 10-15 വീട് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങും അതൊരു 10-15 വീടുണ്ട്. അങ്ങനെ എല്ലാവർക്കും മിക്കവാറും വീട്ടിലെല്ലാം ഇത് തന്നെ. ഇപ്പം എനിക്കാണ് ഏറ്റവും കൂടുതൽ 1-2 വീട്ടിലാണ് ബുദ്ധിമുട്ട് ഇതുപോലെ ഉണ്ടാകുന്നത്. തീരെ നിവൃത്തിയില്ലാത്തത്. ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇപ്പോൾ ഈ വീടിന്റെ മുറ്റം അല്ലെങ്കിൽ തറനിരപ്പിലാണ് ജലനിരപ്പ് ഉള്ളത്. ഇനി കൂടുതൽ വെള്ളം തുറന്നു വിടേണ്ടി വന്നാൽ ഈ വീടുകളുടെ ഒക്കെ അകത്തേക്ക് വെള്ളം കയറും. പലർക്കും ഇതിന്റെ അകത്തുള്ള ഫർണിച്ചർ അടക്കമുള്ള സാധനങ്ങളൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകും. 2018 പ്രളയത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇവര്. അപ്പൊ വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവങ്ങൾ ഇപ്പൊ കൂടെ ഇവർ ഇത് തന്നെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവർക്കിപ്പം പഞ്ചായത്തിൽ വീട് അനുഭവിച്ചിട്ടുണ്ട്. ആൾറെഡി ഒരു 5-6 വർഷമായി, അല്ലേ? 3 വർഷമായി. പക്ഷെ ഇവർക്കിപ്പം വേറെ സ്വന്തമായിട്ടൊരു വസ്തു മേടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ആ വീട് പോലും ഇപ്പം ഇല്ല. ഇപ്പം ഇത് ഒരു ഗതി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഞങ്ങൾ അയൽവക്കത്തായതുകൊണ്ട് ഇവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ശരിക്ക് വേദനപ്പെട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുക. അതാണ് ഇപ്പം ഇന്നത്തെ നിലവാരം. അത് തന്നെയല്ല, അണ്ണന് ഈ ശ്വാസം മുട്ടൽ ഒരു അസുഖമുള്ളത് കൊണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് രാത്രി പോലും ഇതിനകത്ത് തീരെ വയ്യാതായതിനകത്ത് എടുത്തുകൊണ്ട് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പിന്നെ കമ്പനിയുടെ ഒരു അതിർത്തിയൊക്കെ ഉള്ളതുകൊണ്ട് വഴി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ. വളരെ ദുഃഖത്തിലിരിക്കുക. ഈ ഭാഗത്തെ വീടുകളുടെ ഒരു സാഹചര്യം ഇതാണ്. രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മുന്നറിയിപ്പൊക്കെ നൽകുന്നത് പ്രധാന റോഡുകളിലൂടെയൊക്കെയാണ് ഈ അനൗൺസ്മെന്റ് വാഹനമൊക്കെ പോകുന്നത്. അപ്പം കുറച്ച് ഉള്ളിലേക്ക് കയറി താമസിക്കുന്ന ആളുകൾക്ക് ഇത് സംബന്ധിച്ച വിവരമൊന്നും പലപ്പോഴും കിട്ടാറില്ല. വൈദ്യുതിയൊക്കെ കനത്ത മഴയെ തുടർന്ന് ചിലപ്പം ഉണ്ടാകില്ല. അപ്പോൾ ടിവിയിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ വാർത്തകളും അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പം വളരെ പെട്ടെന്ന് വെള്ളമൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും
ഇങ്ങനെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം കൂടുതൽ പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി എന്ന വിവരങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും എടുത്ത് പുറത്തേക്ക് മറ്റെവിടെയെങ്കിലും മാറ്റിവെക്കാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പരാതി പറയുന്നത്. എന്തായാലും ഇവിടെയൊക്കെ വീടുകളുണ്ട്, നിരവധി വീടുകൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീടാണ് ഏറ്റവും താഴ്ന്ന ഒരു ഭാഗത്തിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഇനി ജലനിരപ്പ് അല്ലെങ്കിൽ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇതാണ് വണ്ടിപ്പെരിയാറിലെ അവസ്ഥയാണ് ഇപ്പോൾ ജെയിൻ നമ്മളോട് വിശദീകരിച്ചത്. ആളുകളും പറയുകയായിരുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുണ്ടാകുന്ന ഈ മഴയും അല്ലെങ്കിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമൊക്കെ ആളുകളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടത്ര മുന്നറിയിപ്പുകൾ അവരിലേക്ക് എത്തുന്നില്ല എന്നൊരു പ്രതിസന്ധി കൂടിയാണ് അവർ പറഞ്ഞത്. കാരണം കറണ്ടൊക്കെ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ പരമാവധി ഫോണൊക്കെ എപ്പോഴും ചാർജ് ചെയ്ത് വയ്ക്കുക എന്നതാണ് ചെയ്യാവുന്ന ഒരു. അതിലൂടെയുള്ള മെസ്സേജുകളിലൂടെയോ ഒക്കെ വിവരങ്ങൾ കൈമാറാൻ ശ്രമിക്കുക. ഏറെ മണിക്കൂറുകളൊക്കെ കറണ്ട് ഇല്ലാതിരുന്നാൽ അതും സാധ്യമാവില്ല. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഇടുക്കിയിലെ പല മേഖലകളിലും ആളുകൾ അനുഭവിക്കുന്നത്.